Hi, my dear students. Welcome to Mathematics Online Classes. അപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ കോർഡിനേറ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അകലം കണ്ടുപിടിക്കാൻ വേണ്ടി 4 ഫോർമുല പഠിച്ചിരുന്നു. അതേ ഫോർമുല കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ അകത്തൊരു 3 ക്വസ്റ്റ്യൻ കൂടെ ബാലൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാലൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 145ലാണ്. ഓക്കെ, പേജ് നമ്പർ 145ല് ലെറ്റ് us look at another problem. ഓക്കെ, ഇപ്പൊ പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ പേജ് നമ്പറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഏറ്റവും അവസാനത്തെ 3 ക്വസ്റ്റ്യൻസ്, അതിന്റെ തൊട്ട് മുമ്പത്തെ പേജ് എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഏറ്റവും അവസാനമുള്ള ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ആണ്. അതിന് തൊട്ട് മുമ്പത്തെ പേജ് എടുക്കുക. അതിന്റെ ടോപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് inside a rectangle to 3 consecutive vertices are 3 cm, 4 cm and 5 cm. What is the distance to the fourth vertex? What is the distance to the fourth vertex? Okay, so question അർത്ഥം ഇതാണ്: the distance from a point inside a rectangle, ഒരു ചതുരത്തിന് അകത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ട്, അകലങ്ങളുണ്ട്. 2 3 consecutive vertices are, ഒരു പോയിന്റ്, അത് ഏതിനകത്താണ്, ആ ചതുരത്തിന് അകത്ത് ഒരു പോയിന്റ് എടുക്കുന്നു. അതിൽ നിന്ന് കൺസിക്യൂട്ടീവ്, അടുത്തടുത്തുള്ള 3 മൂലകളിലേക്കുള്ള അകലങ്ങൾ എത്രയൊക്കെയാ പറഞ്ഞേക്കുന്നത്? 3 cm, 4 cm and 5. 3 4 5. നമ്മൾ ചെയ്യേണ്ടത് എന്താ? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ടു ദി ഫോർത്ത് വെർട്ടെക്സ്? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ടു ദി ഫോർത്ത് വെർട്ടെക്സ്? ഫോർത്ത് വെർട്ടെക്സിലോട്ടുള്ള അകലം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് വരച്ചുകൊണ്ട് തുടങ്ങാം. അപ്പൊ ഞാനൊരു റെക്ടാംഗിൾ എടുത്തു. ഓക്കെ, റെക്ടാംഗിൾ എടുത്തു. ഇതിനകത്ത് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് ഒരു വെർട്ടെക്സിലോട്ടുള്ള അകലം 3 ആണ്. അടുത്ത വെർട്ടെക്സിലോട്ടുള്ള അകലം 4 ആണ്. അടുത്ത വെർട്ടെക്സിലോട്ടുള്ള അകലം 5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു അകലം എത്രയാണ്? ഈ ഒരു അകലം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ആ ഒരു പോയിന്റിന്റെ അകലം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. അതിന് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഈ റെക്ടാംഗിളിന്റെ താഴത്തെ ലെങ്ത് കണ്ടോ, താഴത്തെ വശം കണ്ടോ, അതങ്ങോട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക. താഴത്തെ വശം നീട്ടി വരയ്ക്കുക. എന്തായിട്ട് എടുക്കുക? എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു വശം കണ്ടോ, ഈ ഒരു ഇടതുവശത്തെ വശം കണ്ടോ, അത് നീട്ടി വരയ്ക്കുക. എന്തായിട്ട് എടുക്കുക? വൈ ആക്സിസ്, വൈ അക്ഷമായിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഈ പോയിന്റ് എന്തെന്ന് എടുക്കുക? അപ്പോ ഒറിജിൻ. ഈ പോയിന്റ് എ, ഇത് ബി, ഇത് സി. ഓക്കെ, പേര് കൂടെ കൊടുത്തു. ഇനി അകത്തൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് എന്തെന്ന് പേര് കൊടുക്കുന്നു? പി. ഇനി ഓ തൊട്ട് എ വരെ ഒരു അകലം കിടക്കുന്നുണ്ടോ, അത് ഞാൻ എ എന്നും, ഓ തൊട്ട് സി വരെ ഒരു അകലം കിടക്കുന്നുണ്ടോ, അതിനെ ബി എന്നും എടുത്തു. അതായത് നമ്മൾ എടുത്ത ചതുരത്തിന്റെ നീളം ബി എയും വീതി ബിയുമാണ്. ലെങ്ത് എയും ബ്രെഡ്ത്ത് എന്തെന്നും എടുത്തു? ബി എന്നും എടുത്തു. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത അസംഷൻ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് റഫ് ഫിഗർ വരച്ചു. താഴത്തെ വശം എക്സ് ആക്സിസും ഇടതുവശം എന്തുമായിട്ട് എടുത്തു? വൈ ആക്സിസുമായിട്ട് എടുത്തു. അപ്പൊ ഇത് ഒറിജിനായി. ബാക്കി 3 പോയിന്റ് എ ബി സി എന്ന് പേര് കൊടുത്തു. അകലങ്ങളൊക്കെ അടയാളപ്പെടുത്തി. നീളം എ എന്നും വീതി എന്തെന്നും എടുത്തു? ബി എന്നും എടുത്തു. ഇത് വെച്ചുകൊണ്ട് എനിക്ക് ഓയുടെയും എയുടെയും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ് എഴുതിക്കൂടെ? ഓ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ. ഒറിജിന്റെ കോർഡിനേറ്റ് എപ്പോഴെന്താ? 0 0. എ എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകത എന്താ? എക്സ് ആക്സിസിലാണ്. അപ്പൊ എന്ത് 0 ആയിരിക്കും? y 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ ആയതുകൊണ്ട് y 0.
ഇനി എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് എടുക്കാം. ഡിസ്റ്റൻസ് എ അല്ലേ? ഇവിടെ എങ്ങനെ വരും? a, 0. a എന്തെന്ന് കിട്ടി? ഡിസ്റ്റൻസ് a 0. സോറി, a യുടെ കോർഡിനേറ്റ് എന്തെന്ന് കിട്ടി? a 0 എന്ന്. ഇനി b യുടെ പ്രത്യേകത നോക്കാം. b ഈ ലെങ്ത് b ആണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? b ആയിരിക്കും. ഈ ലെങ്ത് a ആണെങ്കിൽ ഈ ലെങ്ത് എന്താ? a. b യുടെ കോർഡിനേറ്റ് പറഞ്ഞേ. x കോർഡിനേറ്റ് വേണം. എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക? y ലോട്ടുള്ള ഡിസ്റ്റൻസ്. y ലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? a. ഇനി y കോർഡിനേറ്റ് വേണം. എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക? x ലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതെന്തെന്ന് കൊടുക്കുക? b. അപ്പൊ b യുടെ കോർഡിനേറ്റ് എന്തെന്ന് കിട്ടി? a b. ഇനി c യുടെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? c y ആക്സിസിലല്ലേ? അപ്പോ ഒറിജിന്റെ സോറി x കോർഡിനേറ്റ് എന്തായിരിക്കും? 0. y ആക്സിസിലാകുമ്പോ x കോർഡിനേറ്റ് 0. ഇനി നമുക്ക് ആ y കോർഡിനേറ്റ് കൂടെ കിട്ടിയ പോലെ ഡിസ്റ്റൻസ് എടുക്കുക. ഡിസ്റ്റൻസ് എന്താ? b. ഓക്കേ, അപ്പൊ ഞാൻ പടം വരച്ചു, കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു, 4 വെർട്ടിസസിന്റെ കോർഡിനേറ്റ് എഴുതി. ലെറ്റ് p x, y be a point inside the circle. അപ്പൊ ഇവിടുത്തെ കേസില് സർക്കിളിന് അകത്തുള്ള പോയിന്റ് p എന്നും p യുടെ കോർഡിനേറ്റ് എന്തെന്നും എടുത്തു? xy എന്നും എടുത്തു. p എന്നെടുത്തു, കോർഡിനേറ്റ് എന്തെന്ന് എടുത്തു? xy എന്നെടുത്തു. ഓക്കേ, ഇനി ഒന്ന് നോക്കി. OP ഡിസ്റ്റൻസ് എത്രയാ? OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് OP ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒറിജിൻ 0 0 ആണ് കോർഡിനേറ്റ്. p യുടെ കോർഡിനേറ്റ് എന്താ? xy. ഇപ്പോ ഒന്ന് ഒറിജിനും ഒന്ന് xy ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? √(x² + y²). ഇത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. OP എന്നുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് എഴുതിയിരിക്കുന്നത്? 4. അപ്പൊ √(x² + y² = എന്തെന്ന് എടുത്തു? 4 എന്ന് എടുത്തു. ഓക്കേ, അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് എത്രയെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി സ്ക്വയർ ചെയ്ത് ഇവിടെ രണ്ടൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കി. ഇവിടെ സ്ക്വയർ ചെയ്താൽ ഈ റൂട്ട് ഒക്കെ പോകും. മൊത്തത്തിലല്ലേ റൂട്ട് കിടക്കുന്നേ? ഇത് മൊത്തത്തിലല്ലേ റൂട്ട് ഇട്ടേക്കുന്നേ? അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട് അങ്ങ് പോകും. റൂട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് എന്തുണ്ട്? x² + y². ഇവിടെ സ്ക്വയർ എടുത്തേ. 4ന്റെ സ്ക്വയർ എത്രയാ? 16. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് ഞാൻ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. x² + y² = എത്ര? 16. ഓക്കേ, ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ OP മാത്രമല്ല അറിയാവുന്നത്, അടുത്ത 2 ഡിസ്റ്റൻസ് കൂടെ അറിയാം. ശരിയല്ലേ? OP കൂടാതെ നമുക്ക് അറിയാവുന്ന അടുത്ത ഡിസ്റ്റൻസ് ഏതാ? PC. എങ്ങനെ കണ്ടുപിടിക്കാം? PC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം ഇക്വേഷൻ ആലോചിക്കണം. ഏതാണ്? x1 - x2² + y1 - y2². ഇവിടെ x കോർഡിനേറ്റ് x, ഇവിടെ എന്താ? 0. അപ്പൊ എങ്ങനെ എടുക്കാം? x - 0² പ്ലസ് ഇനി അടുത്ത y കോർഡിനേറ്റ് നോക്കാം. ഇവിടെ y, ഇവിടെ എന്താ? b. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? y - b² ഈക്വൽ ടു എത്രയാണ്? PC യുടെ ലെങ്ത് 3. അപ്പൊ √(x - 0² + y - b² = 3. അപ്പൊ ഇനി നോക്കിയേ, രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. ഒന്ന് x - 0 x, അതിന്റെ സ്ക്വയർ x² എന്ന് എഴുതി. രണ്ടാമത്തെ ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ എഴുതുന്നു y - b². ഓക്കേ, ഇനി എന്ത് ഇട്ടിട്ടില്ല? റൂട്ട് ഇട്ടിട്ടില്ല. ഞാൻ എഴുതിയ റൂട്ട് ഇട്ടിട്ടുണ്ടോ? അപ്പൊ ഈ റൂട്ട് ഞാൻ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്ക്വയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കേ, അപ്പൊ ഈക്വൽ ടു 3 യുടെ സ്ക്വയർ എഴുതാം. 3 യുടെ സ്ക്വയർ എത്രയാ? 9. സെക്കൻഡ് ഇക്വേഷൻ. ഓൾറെഡി നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി. എന്താ? x² + y - b² = 9. എത്രാമത്തെ ഇക്വേഷൻ? സെക്കൻഡ് ഇക്വേഷൻ. ഓക്കേ, ഇനി നമുക്ക് ഒരു ലെങ്ത് കൂടെ അറിയാം. ഇതുപോലെ അതുകൂടെ കണ്ടുപിടിച്ച് നോക്കാം. അറിയാവുന്ന ലെങ്ത് ഏതാണ്? PA. PA എന്ത് വരും? PA ഇതുപോലെ നോക്കുക. PA √(x) കോർഡിനേറ്റ് നോക്കുക. ഇവിടെ x, ഇവിടെ a. എങ്ങനെ എടുക്കാം? x - a² പ്ലസ് ഇവിടെ y, ഇവിടെ 0. അപ്പൊ y - 0² ഈക്വൽ ടു
ഡിസ്റ്റൻസ് എത്രയാണ് 5. ഓക്കെ, ഇനി നമുക്ക് സ്ക്വയർ ചെയ്യണം. എന്തിനാ? റൂട്ട് മാറ്റാൻ സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യം കിടക്കുന്നത് അതുപോലെ എഴുതി x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇത് കുറച്ച് എഴുതാം y മൈനസ് 0 y ഓഫ് y സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാ? 25. അപ്പോ x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു എത്രയെന്ന് വരുന്നു? 25 എന്ന് വരും. ഇത് തേർഡ് ഇക്വേഷൻ. അപ്പൊ നമ്മുടെ കയ്യിൽ മൂന്നാമതൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 25. തേർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 3 അകലങ്ങൾ വെച്ചുകൊണ്ട് എത്ര ഇക്വേഷൻ എഴുതി? 3 ഇക്വേഷൻസ് എഴുതി. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട നീളം ഏതാ? PB. ഫിഗറിൽ നോക്കി PB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? PB ഈക്വൽ ടു നോർമൽ കേസിൽ കോർഡിനേറ്റ് അറിയാമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? P യുടെയും B യുടെയും കോർഡിനേറ്റ് ഇവിടെ x ഇവിടെ a. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതുക? x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത y നോക്കാം. ഇവിടെ y ഇവിടെ എന്താ? b. അപ്പൊ എന്ത് വരും? y മൈനസ് b ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ എനിക്ക് PB കിട്ടണമെങ്കിൽ x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് കിട്ടണം. അപ്പൊ ഈ വാല്യൂ ഇപ്പൊ x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ദ ഹോൾ സ്ക്വയർ എത്രയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ ഏതായി? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അപ്പൊ ഈ റൂട്ടിനകത്തുള്ളത് എന്ത് കിട്ടും അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു 3 ഇക്വേഷൻ കിടക്കുന്നുണ്ടോ? ഈ 3 ഇക്വേഷൻസിലെ രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷനും കൂടെ ഞാൻ കൂട്ടും. 2 3 കൂടെ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്? 2ഉം 3ഉം കൂട്ടും. അതിൽ നിന്ന് ഒന്നാമത്തെ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ലെഫ്റ്റ് സൈഡ് ചെയ്യുക, ഈക്വൽ ഇട്ട് എന്ത് ചെയ്യുക? റൈറ്റ് സൈഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ എങ്ങനെ വരും? 2ഉം 3ഉം കൂടെ കൂട്ടണം. അപ്പൊ 2ന്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് x സ്ക്വയർ പ്ലസ് y മൈനസ് b ദ ഹോൾ സ്ക്വയർ. 3ന്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഓക്കെ, ഇനി അതിൽ നിന്ന് 1 കുറയ്ക്കണം. മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ചിഹ്നം മാറ്റി കൂട്ടുക. അപ്പോ ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിന്റെ ചിഹ്നം മാറ്റിയ കൂട്ടുക. അപ്പൊ ആയിരുന്നത് x സ്ക്വയർ അല്ലേ? മൈനസ് x സ്ക്വയർ. ഇനി പ്ലസ് y സ്ക്വയർ അല്ലേ? അത് മൈനസ് y സ്ക്വയർ. അപ്പൊ ലെഫ്റ്റ് സൈഡ് എല്ലാം കഴിഞ്ഞു. ഇതുപോലെ റൈറ്റ് സൈഡ് വേണ്ടേ? റൈറ്റ് സൈഡില് വലതുവശത്ത് കിടക്കുന്ന നമ്പർ നോക്ക്. 2ന്റെ അകത്ത് 9, 3ക്ക് അകത്ത് 25. അപ്പൊ 9 പ്ലസ് 25. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണ്ടേ? സോ മൈനസ് 16. എന്തൊക്കെ വെട്ടിക്കളയാം? ഈ പ്ലസ് എക്സ് സ്ക്വയറും ഈ മൈനസ് എക്സ് സ്ക്വയറും വെട്ടാം. അതുപോലെ പ്ലസ് വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും കട്ട് ചെയ്യാം. പിന്നെ ബാലൻസ് ഈ 2 ടേമും അല്ലേ ഉള്ളൂ അല്ലെ? ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാണ്. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതൊന്ന് കൂട്ടിയെടുത്തോ. 9ഉം 25 കൂടെ കൂട്ടാൻ അറിയാം. 9ഉം 25 കൂടെ കൂട്ടിയാൽ 34. അതിൽ നിന്ന് 16 കുറയ്ക്കുക. 34ൽ നിന്ന് 16 കുറച്ചാൽ 18. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന 3 ഇക്വേഷനിൽ 2ഉം 3ഉം കൂടെ കൂട്ടി 1 കുറച്ചപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയില്ലേ? ഈ വാല്യൂ 18 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ PB എന്ത് കിട്ടുമായിരിക്കും? x മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 18 അല്ലേ? ഇപ്പൊ റൂട്ടിനകത്ത് ഇനി മൊത്തത്തിൽ നമുക്ക് 18 കൊടുക്കാം. അപ്പൊ റൂട്ട് 18 എത്ര വരും? റൂട്ട് 18 നമുക്ക് 9 into 2 എന്ന് മാറ്റി എഴുതി കൂടെ? സെപ്പറേറ്റ് റൂട്ട് എടുത്തോ. റൂട്ട് 9 3 2 into the റൂട്ട് 2. അപ്പൊ PB എന്ന ലെങ്ത് നമുക്ക് എത്രയെന്ന് കിട്ടി? 3 റൂട്ട് 2 എന്ന് കിട്ടി. PB എന്ന് പറയുന്ന ലെങ്ത് എത്രയെന്ന് കിട്ടി? 3 റൂട്ട് 2. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വൃത്തിയായിട്ട് എഴുതി പിടിക്കുക. 2 3 തവണ കണ്ടോ? റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഈ ക്വസ്റ്റ്യൻ 1 2 തവണ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിലാക്കി എഴുതി പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പേജിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻസ് ചെയ്താണ് നിർത്തിയത്. ലാസ്റ്റ് പേജിൽ ഇനി 2 ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ട്. അതില 4th ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം.
Find the coordinate of the points where a circle of radius 2 cm centered at origin. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജിലെ ആ ചാപ്റ്ററിലെ ലാസ്റ്റ് പേജിലെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇനി നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് വേർ എ സർക്കിൾ ഓഫ് റേഡിയസ് √2 centered on the points with the coordinates 1 1. Cut the axis. മലയാളത്തിൽ അതിന്റെ മീനിങ് പറയുകയാണെങ്കിൽ ആരം √2 വൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ 1 1 1 1 ആയിട്ടുള്ള സർക്കിൾ കട്ട് ദി ആക്സസ്. ഏത് എക്സ് ആക്സിസിൽ എവിടെയാണ് കട്ട് ചെയ്യുന്നത്, അതുപോലെ വൈ ആക്സിസിൽ എവിടെയാണ് കട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. 1 1 ആണ് എന്തെന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ. ഓക്കെ, ഈ പോയിന്റില് കോമ്പസ് വയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്, √2. ആ വരയ്ക്കുന്ന സർക്കിള് എക്സ് ആക്സിസിൽ എവിടെ മീറ്റ് ചെയ്യും, വൈ ആക്സിസിൽ എവിടെ മീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ √2 എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സർക്കിൾ ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ആക്സിൽ എവിടെയൊക്കെ മീറ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് എക്സ് ആക്സിൽ എന്ന് പറയുന്നത് ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 പോയിന്റ് കോർഡിനേറ്റ് കിട്ടണം. വൈ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇവിടെയും മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റ് കിട്ടണം. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ വരച്ച സർക്കിള് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്തേക്കുന്നേ? ഇത് 1 1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര വരും, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ, 1ന്റെ സ്ക്വയർ 1, അടുത്ത 1, 1 പ്ലസ് 1 2. ഈ ഡിസ്റ്റൻസ് √2 വരും. അതുകൊണ്ടാണ് ഞാൻ ആ വരച്ചേക്കുന്നത് ഒറിജിനിൽ കൂടെ വരച്ചത്. വിഷയമില്ല, നിങ്ങൾ ഫിഗർ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഫിഗർ വരച്ച് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്ത് വരയ്ക്കണമെന്നില്ല, ഫിഗർ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ലെറ്റ് x, 0 be a point on circle, on the circle. Let x0 be a point on the circle. സർക്കിൾ ഉള്ള ഒരു പോയിന്റ് ആണ് x0. ഇത് എവിടെയായിരിക്കും, എക്സ് ആക്സിസിലായിരിക്കും അല്ലെ. x0 എന്ന് എടുത്തേക്കാണ്, y കോർഡിനേറ്റ് 0 എന്ന് എടുത്തു. y കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും, x ആക്സിസിലായിരിക്കും. അപ്പോ x ആക്സിസിലുള്ള പോയിന്റ് ഞാൻ എന്തെന്ന് എടുത്തു, x0. അത് സർക്കിളിലുള്ള പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ x0യും 1 1 തമ്മിലുള്ള ഡിസ്റ്റൻസ്, 1 1 എന്ന് പറഞ്ഞ സെന്റർ, x0 എന്ന് പറഞ്ഞ സർക്കിൾ ഒരു പോയിന്റ്. ഓക്കെ, വൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ 1 1, വൃത്തത്തിലെ ഒരു പോയിന്റ് സൂചക സംഖ്യ x0. അപ്പൊ ആ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം എന്തിന് ഈക്വൽ ആയിരിക്കും, റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അപ്പോ x0യും 1 1 വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. x0യും 1 1 വെച്ചുകൊണ്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് എന്തിന് ഈക്വൽ ആണ്, √2 ഈക്വൽ ആണ്. എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, റൂട്ട് ഓഫ് x കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ഇവിടെ തുടങ്ങാം. ഇവിടെ x, ഇവിടെ 1, സോ x - 1 the whole square. അടുത്ത നോക്കുകയാണെങ്കിൽ ഇവിടെ 0, ഇവിടെ 1, എങ്ങനെ എടുക്കാം, പ്ലസ് 0 - 1 the whole square ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്, √2. സോ ഈക്വൽ ടു √2. അടുത്ത സ്ക്വയർ ചെയ്യാൻ പോവാം. ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ റൂട്ട് കംപ്ലീറ്റ് എന്ന് പോയി കഴിഞ്ഞാൽ x - 1 the whole square പ്ലസ് കുറച്ചും 0 - 1 -1 -1ന്റെ സ്ക്വയർ എത്രയാ, 1 ഈക്വൽ ടു √2. അതിന്റെ സ്ക്വയർ എത്രയാ, 2. അപ്പോ x - 1 the whole square plus 1 ഈക്വൽ ടു 2. ഇനി പ്ലസ് 1 അപ്പുറത്തുണ്ടോ, പ്ലസ് 1 അപ്പുറത്തും എന്താകും, -1. അപ്പോ x - 1 the whole square ഈക്വൽ ടു 2 - 1 ഈക്വൽ ടു 1. അപ്പോ x - 1ന്റെ സ്ക്വയർ എടുത്തപ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അടുത്ത ഞാൻ ചെയ്യുന്നത് റൂട്ട് എടുക്കുന്നു. ടേക്ക് സ്ക്വയർ റൂട്ട്, ടേക്ക് സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എടുക്കുക.
ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നല്ലേ, റൂട്ട് എടുക്കുമ്പോ ബ്രാക്കറ്റും സ്ക്വയറും പോകും അല്ലെ. ഫോർത്ത് ചാപ്റ്ററിൽ പഠിച്ചതാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാമത്തെ സമവാക്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റൂട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ബ്രാക്കറ്റും സ്ക്വയറും കളയാം. പിന്നെ ബാലൻസ് എന്തുണ്ട്, എക്സ് മൈനസ് 1 ഈക്വൽ ടു ഇപ്പുറത്തെ റൂട്ട് എടുക്കണ്ടേ, 1ന്റെ റൂട്ട് എന്താ, 1ന്റെ റൂട്ട് 1 എന്താ, നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് 1 അല്ലെ. റൂട്ട് 1 എത്രയാണ്, 1. പക്ഷെ നമ്മള് നാലാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോ റൂട്ട് 1 എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് ഓർ മൈനസ് 1 എന്നാണ് വരുന്നത് അല്ലെ. നാലാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്, ഒരു നമ്പറിന്റെ റൂട്ട് എടുക്കുമ്പോ റൂട്ട് എഴുതി പ്ലസ് വാല്യൂ എടുക്കണം, മൈനസ് വാല്യൂ എടുക്കണം. ഇപ്പോ 1ന്റെ റൂട്ട് എടുത്താൽ പ്ലസ് ഓർ മൈനസ് 1. ഇനി സെപ്പറേറ്റ് ചെയ്തിരിക്കോ, എക്സ് മൈനസ് 1 ഈക്വൽ ടു 1 ഓർ എക്സ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം, മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് 1, അപ്പൊ എക്സ് ഈക്വൽ ടു 1 പ്ലസ് 1 2. ഇവിടെ ആണെങ്കിലോ എക്സ് ഈക്വൽ ടു മൈനസ് 1, ഈ മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി, ഒരു വാല്യൂ 2ഉം അടുത്ത വാല്യൂ എന്താണ്, 0യുമാണ്. അപ്പൊ എക്സ് ആക്സിലെ പോയിന്റ് നമ്മൾ എക്സ് 0 എന്നല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ എക്സിന് കിട്ടിയ രണ്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എന്താ 2 0, അടുത്ത വാല്യൂ എന്താ 0 0. അപ്പൊ എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റ് കിട്ടി കഴിഞ്ഞു. ഒന്ന് എവിടെയാണ് 2 0, അടുത്ത ഏതാണ് 0 0. ഇനി ഇതുപോലെ നമുക്ക് ഏത് കണ്ടുപിടിക്കണം, വൈഡത് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും, ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ടത് കോർഡിനേറ്റ്സ് മാറ്റണം അല്ലെ. y ആക്സിസിലെ പോയിന്റ് ആകുമ്പോൾ എന്താ പ്രത്യേകത, x കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് y എന്ന് എടുക്കുക. പോയിന്റ് എവിടെയാണ്, നീ ഇപ്പൊ x ആക്സിസിലേ ആയുള്ളൂ, y ആക്സിസിലെ വേണ്ടേ, അതിനെന്ത് ചെയ്യാ, x കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് y എന്ന് എടുക്കുക. ഇത് എവിടത്തെ പോയിന്റ് ആണ്, സർക്കിളിലെ പോയിന്റ് അല്ലേ. അല്ലെങ്കിൽ ഈ പോയിന്റ് 1 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ്, റൂട്ട് 2 ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ. അപ്പൊ എങ്ങനെ എടുക്കാം, റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റ്സ് ഇവിടെ 0 ഇവിടെ 1, അപ്പൊ 0 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത y കോർഡിനേറ്റ് ഇവിടെ y ഇവിടെ 1, എങ്ങനെ എടുക്കാം, y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2. അപ്പൊ ഇവിടെ ഞാൻ സ്ക്വയർ ചെയ്യാണ്, 0 മൈനസ് 1 മൈനസ് 1, മൈനസ് 1ന്റെ സ്ക്വയർ 1 പ്ലസ് y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2ന്റെ സ്ക്വയർ എത്രയാ 2. ഇവിടുന്ന് y കണ്ടുപിടിക്കണ്ടേ, പ്ലസ് 1 അപ്പുറത്ത് കൊണ്ടുപോവാ, പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോ y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് 1 എത്രയെന്ന് വരും 1. ഇനി റൂട്ട് എടുക്കുക, റൂട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബ്രാക്കറ്റും സ്ക്വയറും പോയിട്ട് y മൈനസ് 1 ഈക്വൽ ടു 1ന്റെ റൂട്ട് ഏതാ, പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് 1 ഉണ്ട് മൈനസ് 1 ഉണ്ട്. സെപ്പറേറ്റ് ചെയ്തോ, y മൈനസ് 1 ഈക്വൽ ടു 1 ഓർ y മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1. y മൈനസ് 1 ഈക്വൽ ടു 1, അങ്ങനെ y യുടെ വാല്യൂ എന്താ, മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് 1, അപ്പോ 1 പ്ലസ് 1, 1 പ്ലസ് 1 എത്ര കിട്ടും 2. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ y മൈനസ് 1, ഈ മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് 1, മൈനസ് 1 പ്ലസ് 1 എന്ത് കിട്ടും 0. അപ്പോ ഒരു y യുടെ വാല്യൂ 2, അടുത്ത y യുടെ വാല്യൂ എന്ത് കിട്ടി 0 എന്ന് കിട്ടി. ആണെങ്കിൽ നമുക്ക് y ആക്സിസിലെ പോയിന്റ് എങ്ങനെ എഴുതാൻ പറ്റും, y ആക്സിസിലാകുമ്പോ x കോർഡിനേറ്റ് 0, ഇനി y കിട്ടിയിരുന്ന ആദ്യത്തെ വാല്യൂ 2, അടുത്ത വാല്യൂ എന്താ 0 0. അപ്പോ x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയി, അതുപോലെ y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയി. ഓക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഐഡിയ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഉള്ളൂ, എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. The coordinate of the vertices of a triangle are 1 2 2 3 3 1. മൂന്ന് പോയിന്റ് എന്നേക്കാണ്, ഒന്ന് 1 2, അടുത്തത് 2 3, അടുത്തത് 3 1. ഓക്കെ, മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ട്.
Find the coordinate of the center of its circumcircle and the circumradius. ഈ 3 പോയിന്റ് തന്നിരിക്കുകയാണ്. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിന്റെ സർക്കം റേഡിയസും വേണം, അതുപോലെ സർക്കം സർക്കിളിന് സെന്ററും വേണം. അപ്പോ ഞാനൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർക്കം സർക്കിൾ, അല്ലെ, പരിവൃത്തം. അപ്പോ ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തത്തെ, വൃത്തത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പരിവൃത്തം എന്ന് പറയുന്നു. ഇപ്പൊ പരിവൃത്തം അല്ലെങ്കിൽ ഒരു വൃത്തം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? സെന്റർ വേണം, അതുപോലെ റേഡിയസും വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എ എന്നെടുക്കുന്നു, ഇത് ബി എന്നെടുക്കുന്നു, ഇത് സി എന്നെടുക്കുന്നു. എയുടെ കോർഡിനേറ്റ് 1 2, ബിയുടെ കോർഡിനേറ്റ് 2 3, സിയുടെ കോർഡിനേറ്റ് 3 1. ഓക്കെ, ഈ സർക്കിളിന്റെ സെന്ററിന് ഞാൻ പി എന്ന് പേര് കൊടുത്തു. ഈ തന്നിരിക്കുന്ന 3 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. സർക്കിളിന്റെ സെന്ററിന് എന്തെന്ന് പേര് കൊടുത്തു? പി. ലെറ്റ് പി എക്സ് കോമ വൈ ബി ദി സെന്റർ. എക്സ് കോമ വൈ ആണ് എന്തെന്ന് പറയുന്നത്? പിയുടെ കോർഡിനേറ്റ്, അതായിരിക്കും സെന്റർ. ഓക്കെ, ഈ പോയിന്റ് എന്തെന്ന് എടുത്തേക്കുന്നത്? എ, ഇത് ബി, ഇത് സി. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത് പി എ, പി ബി, പി സി കണ്ടുപിടിക്കുക. പി എ കണ്ടുപിടിക്കണം, പി ബി കണ്ടുപിടിക്കണം, പി സി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പടം വാങ്ങിക്കുകയാണ്. ഏതൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? പി എ, പി ബി, പി സി. അപ്പൊ ആദ്യം പി എ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ്. ഇവിടെ എക്സ്, ഇവിടെ 1. അപ്പൊ എങ്ങനെ എടുക്കാം? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ്, അടുത്തത് y നോക്കാം. ഇവിടെ y, ഇവിടെ 2. അപ്പൊ എന്ത് വരും? y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു, ഓക്കെ, അത് ലെങ്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ പി എന്ന് പറയുന്നത് എന്ത് കിട്ടി? റൂട്ട് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഇതുപോലെ പി ബി എന്ന് പറഞ്ഞു നോക്കിയേ. പി ബി എക്സും വൈയും 2 ഉം 3. അപ്പൊ എങ്ങനെ എടുക്കാം? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്ത ഞാൻ പി സി എടുക്കുകയാണ്. തേർഡ് ലെങ്ത് പി സി എന്ത് വരും? ഒറ്റയടിക്ക് നോക്കി പറഞ്ഞേ. എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ നമുക്ക് 3 ഡിസ്റ്റൻസ് കിട്ടി. പി എന്ന് പറഞ്ഞ സെന്റർ, എ എന്ന് പറഞ്ഞ സർക്കിളിലെ പോയിന്റ്, അതുപോലെ പി സെന്റർ, ബി സർക്കിളിലെ പോയിന്റ്, പി സെന്റർ, സി സർക്കിളിലെ പോയിന്റ്. ഓക്കെ, അപ്പം സെന്റർ തൊട്ട് സർക്കിളിലെ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അതിനെ നമ്മൾ എന്തോ വിളിക്കുന്നത്? റേഡിയസ്, അല്ലെ? അപ്പൊ പി എയും പി ബിയും പി സിയും എന്താണ്? റേഡിയസുകളാണ്. റേഡിയസിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും അത് ഈക്വൽ ആവണം. അതായത് പി എ ഈക്വൽ ടു പി ബി ആയിരിക്കണം, അതുപോലെ പി ബി ഈക്വൽ ടു പി സി ആയിരിക്കണം, അതുപോലെ പി എ ഈക്വൽ ടു എന്തും വരണം? പി സിയും വരണം. അതിൽ 2 കേസസ് ഞാൻ ഇവിടെ എടുക്കും. അപ്പൊ 3 ഈക്വാലിറ്റി പറയാം. ഞാൻ ഇവിടെ എടുക്കുന്നത് ആദ്യത്തത് പി എ ഈക്വൽ ടു പി ബി. പി എ ഈക്വൽ ടു എന്തെന്ന് എടുക്കുകയാണ്? പി ബി. പി എയും പി ബിയും നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് പി എ കിടക്കുന്നത്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പി ബി നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus 3 the whole square. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ 2 കാര്യങ്ങൾ പറയാൻ പോവാം. ഒന്ന്, 2 സൈഡിലും സ്ക്വയർ എടുക്കുന്നു. അപ്പൊ 2 സൈഡിലും സ്ക്വയർ എടുത്താൽ എന്തൊക്കെ പോകും? ആ റൂട്ട് അങ്ങ് പോകും. പിന്നെ രണ്ടാമത്തത് x minus 1 the whole square എക്സ്പാൻഡ് ചെയ്ത് എഴുതും. അതുപോലെ y minus 2 the whole square എക്സ്പാൻഡ് ചെയ്ത് എഴുതും. എങ്ങനെ വരും? x minus 1 the whole square നമുക്കറിയാം ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. x square minus 2x plus 1. ഞാൻ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ അറിഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതാൻ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. വേറൊന്നുമില്ല, ഒന്ന് ലെറ്ററും അടുത്ത നമ്പറും അല്ലേ. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ആ ലെറ്ററിന്റെ സ്ക്വയർ എഴുതുക. ഓക്കെ, നടുക്കത്തെ സൈൻ നോക്കുക, മൈനസ്.
എന്നിട്ട് നമ്പറിന്റെ ഡബിൾ എടുക്കുക, ലെറ്റർ ചേർത്ത് എഴുതുക. നമ്പർ 2, 2ന്റെ ഇരട്ടി 4 ചേർത്ത് എഴുതിയാൽ y. ഇനി ആ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, 2ന്റെ സ്ക്വയർ 4, അപ്പൊ പ്ലസ് 4. അതുപോലെ ഇവിടെ എടുക്കാം x - 2 the whole square. അപ്പോൾ x ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ ഇരട്ടി 4, x ഇട്ടാൽ 4x പ്ലസ് 2ന്റെ സ്ക്വയർ 4. ഇനി ഇവിടെ വരുമ്പോഴോ y, അപ്പോൾ y സ്ക്വയർ സൈൻ മൈനസ് 3ന്റെ ഇരട്ടി 6 y, 3ന്റെ സ്ക്വയർ 9. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്ത് കളയാം. ഈ x സ്ക്വയറും ഈ x സ്ക്വയറും കട്ട് ചെയ്തു, ഈ y സ്ക്വയറും ഈ y സ്ക്വയറും കട്ട് ചെയ്തു. ഇനി ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? -2x ഉണ്ട്, പിന്നെ -4y ഉണ്ട്, 1ഉം 4ഉം കൂടെ കൂട്ടി 5 ഉണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാൽ 4x ഉണ്ട്, -6y ഉണ്ട്, 4ഉം 9ഉം കൂട്ടിയാൽ 13 ഉണ്ട്. ഓക്കെ, കുട്ടിയപ്പോ എത്രയും കിട്ടി? 13 കിട്ടി. ഇനി ഞാൻ ചെയ്യുന്ന എത്രയേ ഉള്ളൂ, എക്സും വൈയും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും, എക്സും വൈയും ഇല്ലാത്തത് റൈറ്റ് സൈഡിൽ കൊണ്ടുവരും. അപ്പൊ എക്സും വൈ ഉള്ളത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു -2x ഉണ്ട്, -4y ഉണ്ട് അല്ലെ. ഈ 4x ഇപ്പുറത്ത് വരുമ്പോ -4x, സോറി ഇവിടെ ഒരു മൈനസ് എടുക്കുക, അതായത് ഇതിന് അടുത്ത് ഒരു മൈനസ് ഉണ്ടായിരുന്നേ, അതിനെ വിട്ടുപോയി. അപ്പൊ ഇവിടെ -4x -6y 9ഉം 4ഉം കൂടെ കൂട്ടി +13, -4x ഇപ്പുറത്ത് വരുമ്പോ +4x, -6y ഇപ്പുറത്ത് വരുമ്പോ +6y. ഓക്കെ, ഇനി നമ്പേഴ്സേ ഉള്ളൂ. ഇവിടെ 13 ഉണ്ട്, ഇവിടുത്തെ +5 അപ്പുറത്ത് പോകുമ്പോ +5, അപ്പുറത്ത് പോകുമ്പോ എത്രയാവും? -5 ആവും. -2x +4x എന്ത് കിട്ടും? 2x. -4y +6y 2y. 13 നിന്ന് 5 കുറച്ചാൽ 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2x + 2y = 8. ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. 2x + 2y = 8. ഒന്നാമത്തെ ഇക്വേഷൻ. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? PA = PB എന്നത്. ഇതുപോലെ നമ്മൾ ഇനി അടുത്തത് PB = എന്തെന്ന് എടുക്കാൻ പോവാ? PC എന്ന് എടുക്കാൻ പോവാ. PB = PC. ഓക്കെ, എന്ത് വരും? PB = PC. PB എന്താ നടക്കുന്നേ? √(x - 2 the whole square plus y - 3 the whole square). ഓക്കെ, എന്താ PC കിടക്കുന്നേ? √(x - 3 the whole square plus y - 1 the whole square). രണ്ട് സ്റ്റെപ്പ് ഒരുമിച്ച് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. x - 2 the whole square എങ്ങനെ എടുക്കാം? x² - 4x + 4. y - 3 എങ്ങനെ വരും? y യുടേത് y² -3ന്റെ ഇരട്ടി 6y, 3ന്റെ സ്ക്വയർ 9 = ഇവിടെ എങ്ങനെ എടുക്കാം? x - 3 the whole square, ലെറ്റർ x സ്ക്വയർ, നടുക്ക് ചിഹ്നം -3ന്റെ ഇരട്ടി 6, x 3ന്റെ സ്ക്വയർ 9. y - 1 the whole square എങ്ങനെ എടുക്കാം? y² 1ന്റെ ഇരട്ടി 2y + 1. എന്താ കട്ട് ചെയ്യാം? x² കട്ട് ചെയ്യാം, y² കട്ട് ചെയ്യാം. പിന്നെ ബാലൻസ് ഇവിടെ എന്തൊക്കെയുണ്ട്? -4x -6y പ്ലസ് 4ഉം 9ഉം കൂടെ കൂട്ടിയാൽ 13. ഇവിടെ -6x -2y പ്ലസ് 9 1 10. ഇനി എന്ത് ചെയ്യണം? x ഉള്ളതെല്ലാം ലെഫ്റ്റ് സൈഡില്, അതുപോലെ y ഉള്ളതെല്ലാം ലെഫ്റ്റ് സൈഡ്, x ഉം y ഉം ഇല്ലാത്തത് റൈറ്റ് സൈഡ് കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും? -4x -6y, ഇതിന് ഇപ്പുറത്ത് വരുമ്പോ -6x ഇപ്പുറത്ത് വന്നാ +6x, -2y ഇപ്പുറത്ത് വന്നാ +2y = ഇവിടെ 10 ഉണ്ട്, +13 അപ്പുറത്ത് പോയാൽ -13. അപ്പോ 10 - 13 -4x ഉം 6x ഉം എന്ത് വരും? 2x. അടുത്ത -6y + 2y -4y = 10 - 13 -3. എത്രാമത്തെ ഇക്വേഷൻ? രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോ രണ്ടാമത്തെ ഇക്വേഷനായി 2x - 4y = -3. സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ആദ്യം PA PB PC എടുത്തു, then PA = PB എടുത്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, PB = PC എടുത്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു.
ഇപ്പൊ നമ്മുടെ രണ്ട് ഇക്വേഷൻ, രണ്ട് വേരിയബിൾ അല്ലെ, രണ്ട് സമവാക്യങ്ങൾ, രണ്ട് ചരങ്ങൾ. ഇപ്പൊ പഠിച്ചിട്ടുണ്ട് പെയർ ഓഫ് ഇക്വേഷൻ. കഴിഞ്ഞ വർഷം സോൾവ് ചെയ്യാൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ? പെയർ ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനൊന്ന് സോൾവ് ചെയ്തെടുക്കുക. വേറൊന്നും ചെയ്യേണ്ട. ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തെഴുതാം, 2x + 2y = 8. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തെഴുതുന്നു, 2x - 4y = -3. ഇത് തമ്മിലൊന്ന് കുറയ്ക്കാൻ പറഞ്ഞ ചിഹ്നം മാറ്റുക. ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് പ്ലസ്. ഓക്കെ, എങ്ങനെ എടുക്കാം? 2x - 2x എന്താ കിട്ടും? 2x - 2x 0. അടുത്തത് പ്ലസ് 2y + 4y 2 4 കൂടെ കൂട്ടിയ 6y. അടുത്ത 8 + 3 11. അപ്പൊ 6y = 11 കിട്ടും അല്ലെ. പ്ലസ് 0 അത് വേണ്ട നമുക്ക് അല്ലെ. 6y = 11. അങ്ങനെ y യുടെ വാല്യൂ എന്തായിരിക്കും? 11/6. ഇനി x വേണം, y കിട്ടിയുള്ളൂ. ഇനി x എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ ഇക്വേഷൻ ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഈ വാല്യൂ ഇടുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാണ്. എല്ലാത്തിനും 2 ഇല്ലേ? എല്ലാത്തിനും 2 ഉണ്ടല്ലോ. പകുതി എടുക്കുക. ഓക്കെ, അപ്പൊ 2x ന്റെ പകുതി x, 2y യുടെ പകുതി y, 8 ന്റെ പകുതി 4. ഇനി x + y എന്ത് കിട്ടി? 11/6. 4നെ ഒന്ന് മാറ്റി എഴുതാണ്, കാര്യം ഇവിടെ ഡിനോമിനേറ്റർ 6 ഇല്ലേ. ഇപ്പൊ 4നെ ഞാൻ 24/6 എന്ന് എഴുതി. 4 എങ്ങനെ എഴുതി? 24/6. അത് ചെയ്യാൻ എളുപ്പത്തിനാണ്, വേറെ ഒന്നുമില്ല. പ്ലസ് 11/6 അപ്പുറത്തോട്ട് പോയി, പ്ലസ് 11/6 അപ്പുറത്ത് പോകുമ്പോ x = 24/6 - 11/6. ഇത് മൈനസ് ചെയ്യാൻ എളുപ്പമാണ്, കാര്യം എന്ത് സെയിം ആണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക. 24 - 11 24 - 11 എത്ര കിട്ടും? 13/6. അപ്പോ x നമുക്ക് 13/6 എന്ന് കിട്ടി, y എന്തെന്ന് കിട്ടി? 11/6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ സെന്റർ ആയി. സെന്റർ എന്താണ്? സെന്റർ എന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്നത് p അല്ലേ, x, y. x ന്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടിയിരുന്നേ? 13/6, y യുടെ വാല്യൂ എനിക്ക് എത്ര കിട്ടിയത്? 11/6. അപ്പോ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി, സെന്റർ ആയി. ഓക്കെ, ഇപ്പൊ സെന്റർ മാറി, എക്സും വൈക്കും വാല്യൂ കിട്ടി. ഇനി റേഡിയസ് വേണ്ടേ? എന്ത് ചെയ്യണം? റേഡിയസ് കിട്ടണമെങ്കിൽ PA, PB, PC അതിലേതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ PA കണ്ടുപിടിക്കാൻ പോവാം. എന്ത് വരും? PA √ P യുടെ കോർഡിനേറ്റ് ഇത്, A യുടെ കോർഡിനേറ്റ് ഇത്. അപ്പൊ എന്ത് ചെയ്യണം? x മൈനസ് ചെയ്താൽ 13/6 - 1 the whole square പ്ലസ് അടുത്തെന്താ? 11/6 - 2 the whole square. ക്രോസ് ചെയ്തോ? ബൈ 1 ഇട്ടൊന്ന് ക്രോസ് ചെയ്ത് നോക്കി. 13 × 1 13 മൈനസ് 6 × 1 6. 13 ന് 6 കുറച്ച 7. പിന്നെ 6 × 1 6. അപ്പൊ √7/6 എന്ന് കിട്ടും. സ്ക്വയർ എടുത്തോ? 7 ന്റെ സ്ക്വയർ 49, 6 ന്റെ സ്ക്വയർ 36. പ്ലസ് അതുപോലെ ഇവിടെ ബൈ 1 ഇട്ട് ക്രോസ് ചെയ്തോ? 11 × 1 11, 6 × 2 12, 11 - 12 -1, 6 × 1 6. -1 ന്റെ സ്ക്വയർ 1, 6 ന്റെ സ്ക്വയർ എത്രയാ? 36. അപ്പൊ ഡിനോമിനേറ്റർ സെയിം അല്ലേ? കൂട്ടാം. 49 ഉം 50. അപ്പൊ √50/36. √50 എങ്ങനെ എടുക്കാം? √25 × 2. 25ന്റെ റൂട്ട് എത്രയാ? 5. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് 5√2 എന്ന് വരും. ഡിനോമിനേറ്റർ 36 അല്ലേ? 36ന്റെ റൂട്ട് എത്രയാ? 6. അപ്പൊ PA നമുക്ക് എത്രയെന്ന് കിട്ടി? 5√2/6 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ആകുമ്പോ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മള് 6ാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഒരു ചാപ്റ്റർ ആയിട്ട് ഇനി മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.